നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് AD ബെന്നി. എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും അദ്ദേഹം വരുത്തിയ മാറ്റങ്ങൾ അവിസ്മരണീയമാണ്. ഇത് പറഞ്ഞു വെച്ചത് കമലഹാസനാണ്. അത് ആരെക്കുറിച്ചാണെങ്കിൽ കെ ബാലചന്ദ്രനെ കുറിച്ചാണ്. കമലഹാസന് അപ്രകാരം ഒരു പ്രസ്താവന മാത്രമേ നടത്താൻ ഈ വിഷയത്തിൽ കഴിയുകയുള്ളൂ. അദ്ദേഹം കൂടുതൽ പറയുന്നു, ഞാൻ അദ്ദേഹത്തെ സ്മരിക്കാത്ത ദിവസങ്ങളില്ല, അദ്ദേഹത്തെ പറ്റി മറ്റുള്ളവരോട് പറയാത്ത ദിവസങ്ങളില്ല എന്നുകൂടി പറയുമ്പോൾ നമുക്കറിയാം തമിഴ് ചലച്ചിത്ര ലോകത്ത് കെ ബാലചന്ദ്രൻ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള പ്രത്യേക പരിവേഷം എന്തായിരുന്നു എന്നുള്ളത്. അദ്ദേഹം ഒരു ഇതിഹാസമായിരുന്നു. അദ്ദേഹത്തെ തമിഴ് സിനിമാ മേഖലയുള്ളവർ വിളിച്ചിരുന്നത് ഇയക്കുനർ ശിഖരം എന്നായിരുന്നു. പ്രതിഭയുടെ ഉച്ചയിലുള്ള സംവിധായകനായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കിയിരുന്നത്. അദ്ദേഹം ഒരു സംവിധായകൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം ചലച്ചിത്ര നിർമ്മാതാവായിരുന്നു, തിരക്കഥാകൃത്തായിരുന്നു, കഥാകൃത്തായിരുന്നു. അങ്ങനെ ചലച്ചിത്ര ലോകത്തിൻ്റെ വ്യത്യസ്ത തുറകളിലൂടെ പ്രവർത്തിച്ചു കയറിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതിനിടെ അദ്ദേഹം ചലച്ചിത്രത്തിൽ അഭിനയിക്കുകയും ഉണ്ടായി എന്ന് കൂടി പറയുമ്പോൾ അഭിനയത്തിലും താൻ മോശമല്ല എന്ന് തെളിയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലെല്ലാം നിറഞ്ഞാടിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യം സംശയമില്ല. പുറമെ മലയാളത്തിലും ഹിന്ദിയിലും അദ്ദേഹം ഓരോ ചിത്രങ്ങൾ വീതം ചെയ്യുകയുണ്ടായി. ഈ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ ചലച്ചിത്രവും പാഠ്യവിഷയമാക്കാൻ ഉതകുന്ന രീതിയിൽ മികച്ചതായിരുന്നു എന്നത് കൂടി നമ്മൾ പറഞ്ഞ് വെക്കേണ്ടതുണ്ട്. 1980 പുറത്തിറങ്ങിയ തിരകൾ എഴുതിയ കവിത എന്ന് പറയുന്ന, അല്ലെങ്കിൽ തിരകൾ എഴുതിയ കാവ്യം എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായ മലയാള ചിത്രം, അത് മറ്റ് ഭാഷകളിൽ നിന്ന് ഇവിടേക്ക് പറിച്ചു നട്ട ഒരു ചലച്ചിത്രമാണ്. അതാണ് പിന്നീട് 1960 ലേക്ക് തുജേ കേലിയെ എന്ന പേരിൽ ഹിന്ദി ചലച്ചിത്ര ലോകത്തും അവതരിക്കുകയുണ്ടായത്. വൻ വിജയമായ ഈ കമലഹാസൻ ചിത്രം അദ്ദേഹത്തിന് അഖിലേന്ത്യാ തലത്തിൽ വളരെയേറെ പ്രശസ്തി ഉണ്ടാക്കി കൊടുത്തു. കമലഹാസന് മാത്രമല്ല, കെ ബാലചന്ദ്രനടക്കം വലിയ രീതിയിൽ പ്രശസ്തി ഉണ്ടാക്കി കൊടുത്തു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം 2014 ഡിസംബർ 23 അദ്ദേഹം മരണപ്പെടുകയുണ്ടായത്. അതുവരെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നിറഞ്ഞാടിയിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത്. പിതാവിൻ്റെ പേര് ദണ്ഡപാണി, അമ്മയുടെ പേര് സരസ്വതി. അവരുടെ മകനായിട്ടായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത്. ചിദംബരത്തെ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം BSc സുവോളജിയിൽ അദ്ദേഹം ബിരുദം നേടുന്നു. പിന്നീട് അദ്ദേഹം തിരുവാരൂർ ജില്ലയിൽ മുതുപ്പേട്ടയിൽ സ്കൂൾ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നുണ്ട്. 1960കളിൽ അദ്ദേഹം അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിൽ സൂപ്രണ്ടായി ജോലി ചെയ്യുകയുണ്ടായത്. ആ കാലഘട്ടത്തിലൊക്കെ തന്നെ തനിക്ക് ചലച്ചിത്ര ലോകത്തോടും നാടകത്തോടുമുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹം അത് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം നാടക രംഗത്ത് അതിശക്തമായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം നാടകരചനയ്ക്കും അതുപോലത്തെ സംവിധാനത്തിനുമൊക്കെ തന്നെ ഒട്ടേറെ സമയം അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. ഒട്ടേറെ നാടകങ്ങൾ, വളരെ ശ്രദ്ധേയമായ നാടകങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു, എഴുതുകയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളാണ് അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായത്. ഒരു കലാകാരന് സമൂഹത്തോട് ബാധ്യതയുണ്ട് എന്നും ആ ബാധ്യത നിറവേറ്റേണ്ടത് തൻ്റെ കടമയാണെന്ന് കൃത്യമായ തിരിച്ചറിവിൽ നിന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നത്. അദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ, ഒരു സവർണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെ തെരഞ്ഞു തന്നിരുന്നത് ഒരു അടിസ്ഥാന വർഗം, ആ അടിസ്ഥാന വർഗത്തിൻ്റെ വിഷയങ്ങൾ, സാധാരണക്കാരുടെ വിഷയങ്ങൾ എങ്ങനെ
അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അവർ നേരിടുന്ന ചൂഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ കൃത്യമായി പ്രതിപാദിച്ചുകൊണ്ടുള്ള സൃഷ്ടികർമ്മങ്ങളാണ് അദ്ദേഹം നടത്തുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആധുനിക കാലഘട്ടത്തിലും നമ്മൾ പറയും ഫ്യൂഡലിസം ഒക്കെ നഷ്ടപ്പെട്ടു, സവർണ അവർണ രീതികളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ മേനി നടിക്കുമ്പോഴും നമ്മളുടെ ഇടയിലുള്ള ഇത്തരം വിഷയങ്ങളെ കൃത്യമായ രീതിയിൽ ഭരണകൂടത്തിൻ്റെ പരിരക്ഷയോടുകൂടി തന്നെ ഫ്യൂഡൽ സംവിധാനങ്ങൾ സാധാരണക്കാരുടെ ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പറഞ്ഞു വെച്ചുകൊണ്ട് കൃത്യമായ അളവിൽ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര നിർമ്മാണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഏത് തലത്തിലുള്ള ചലച്ചിത്രം അദ്ദേഹത്തിന് വഴങ്ങും എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രണയമാണെങ്കിൽ പ്രണയം, ഹാസ്യമാണെങ്കിൽ ഹാസ്യം, കുടുംബമാണെങ്കിൽ കുടുംബം, ഇങ്ങനെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും, ഇനി സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയമാണെങ്കിൽ അപ്രകാരമുള്ള വിഷയങ്ങളെല്ലാം അദ്ദേഹം മാറി മാറി കൈകാര്യം ചെയ്തിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. നാടക രചനയൊക്കെ തന്നെ സാധാരണ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ നാടകരചനയൊക്കെ വലിയ രീതിയിൽ ആകർഷിക്കപ്പെട്ടിരുന്നു എന്നതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. എംജിആറിൻ്റെ ആവശ്യപ്രകാരം ദൈവത്തായി എന്ന അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് സംഭാഷണം ഒരുക്കിക്കൊണ്ടാണ് ചലച്ചിത്ര ലോകത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. ഈ പറയുന്ന ദൈവത്തായി എന്ന ചിത്രത്തിന് വേണ്ടി സംഭാഷണം എഴുതുവാൻ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ഒട്ടും അതിൽ അദ്ദേഹത്തിനൊരു ഉറപ്പുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും ആവശ്യപ്പെടുന്ന എംജിആർ ആണ്. തന്നെയുമല്ല, തനിക്ക് നാടകങ്ങളിൽ എഴുതിയ പരിചയമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒഴിവാക്കണം എന്ന രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം പുലർത്തുകേണ്ടത്. പക്ഷേ എംജിആറിന് സ്നേഹപൂർവ്വമായ നിർബന്ധം കാരണം കൊണ്ട് അദ്ദേഹം അത് എഴുതി പൂർത്തിയാക്കുന്നു. അത് വൻ വിജയമായി മാറുന്നു എന്നത് കൂടിയാണ് നമ്മൾ അതിനോടൊപ്പം ചേർത്ത് ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതി. പിന്നീട് ചലച്ചിത്ര ലോകത്ത് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. 1960 നാണൽ, നീർക്കുമിഴി എന്നീ ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്യുന്നു. 1970 അപൂർവ രാഗങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്യുന്നു. അപൂർവ രാഗങ്ങൾ എന്ന് പറയുമ്പോൾ രജനികാന്തിനെ ആദ്യമായി കൊണ്ടുവരുന്ന ചലച്ചിത്രത്തിലൂടെയാണ് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. കമലഹാസനും അതിൽ അഭിനയിക്കുന്നുണ്ട്. കമലഹാസൻ രജനികാന്തും ആ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഒരുമിച്ച് അഭിനയിപ്പിക്കാനുള്ള ഒരു അവസരം സൃഷ്ടിച്ചെടുത്തത് ബാലചന്ദ്ര ആണ് എന്നത് കൂടി നമ്മൾ ചേർത്ത് ഉൾക്കൊണ്ടു പോകേണ്ട സംഗതിയാണ്. കമലഹാസൻ രജനികാന്തും മാത്രം അടങ്ങുന്ന ഒരു ശിഷ്യ ബന്ധമല്ല അദ്ദേഹത്തിനുള്ളത്. പ്രത്യേകിച്ചും പ്രകാശ് രാജ്, വിവേക് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ നടന്മാരെ അവർ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കുക. ഇത് പറയുന്ന ലിസ്റ്റ് കേവലം അപൂർണമാണ്. ഒട്ടേറെ നടന്മാരെ ചലച്ചിത്ര ലോകത്തേക്ക് കൊണ്ടുവരുവാനും അവരെ കൊണ്ടുവരിക മാത്രമല്ല, അവരെ എങ്ങനെ ഒരു മികച്ച നടനാക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധം അവർ സൃഷ്ടിക്കുകയും കൃത്യമായി അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവരെ ഒരു പ്രൊഫഷണലായി എങ്ങനെ അവരെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് കർക്കശമായ തൻ്റെ നിലപാടുകളിലൂടെ അവരെ അത് പഠിപ്പിച്ചെടുക്കുന്നതിൽ വലിയ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അവർ ഭാവിയിൽ മികച്ച നടന്മാരാകണം എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിച്ച ഒരു സംവിധായകൻ കൂടിയായിരുന്നു അദ്ദേഹം. കേവലം അവരെ അഭിനയിപ്പിക്കുക, തൻ്റെ പടം വിജയിപ്പിക്കുക എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ലക്ഷ്യമായിരുന്നത്. അവരിൽ തനിക്ക് ലഭിക്കേണ്ട എന്താണെന്നുള്ളത്, അവരുടെ ആ കഥാപാത്രം അവരോട് എന്ത് ആവശ്യപ്പെടുന്നു എന്നുള്ളത് ഒരുപക്ഷെ നടനത് സമ്പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ആ നടന് സമ്പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അത് കൃത്യമായി അവരിലേക്ക് പകർന്നു നൽകുകയും അവരിൽ നിന്ന് എന്താണോ തനിക്ക് ആവശ്യമെന്നത് കൃത്യമായ അളവിലും മാത്രയിലും എടുത്ത് പ്രയോഗക്ഷമതയിലേക്ക് എത്തിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നത് കൂടി നമ്മളിവിടെ ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ്. അത് തന്നെയാണ് കൃത്യമായി ഉൾക്കൊണ്ട ഒരു വ്യക്തിത്വമായിരുന്നു കമലഹാസൻ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ആശയം അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയുണ്ടായത്. ഈ പറയുന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അപൂർവ രാഗങ്ങൾ എന്ന് പറയുന്ന ചിത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് അതിൻ്റെ ഒരു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം അതിമനോഹരമായി ചിത്രീകരിക്കുന്ന ഒരു ചിത്രമായിരുന്നു അത്. ആ ചിത്രം വലിയ വിജയമായി എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ആ പടത്തിൻ്റെ വിജയത്തിന് ശേഷം അത് അന്തുലേനി കഥ എന്ന പേരിൽ അത് തെലുങ്കിലും ആ ചിത്രം പിടിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. അവർകൾ എന്ന് പറയുന്ന ചിത്രം 1977, വലുമയിൽ നിറം ചുവപ്പ് എന്ന് പറയുന്ന ചിത്രം 1980, അതുപോലെ തന്നെ 47 നാളുകൾ എന്ന ചിത്രം 1980. ഇതെല്ലാം എണ്ണം പറഞ്ഞ ചിത്രങ്ങളായിട്ടാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്ത് വരികയുണ്ടായത്. ഈ പറയുന്ന ലിസ്റ്റ് അപൂർണമാണ് എന്ന് കൂടി പറയേണ്ടത്. 150-ൽ പരം ചിത്രങ്ങളിൽ അദ്ദേഹം
തിരക്കഥാകൃത്തായിട്ടും അതുപോലെ തന്നെ സംവിധായകനായിട്ടും അദ്ദേഹം നിറഞ്ഞാടി എന്നുകൂടി പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ തമിഴ് ചലച്ചിത്ര ലോകത്തിൻ്റെ ഒരു പ്രതിബിംബമായിക്കൊണ്ട് അദ്ദേഹത്തിന് മുന്നേറാൻ കഴിഞ്ഞു എന്നതും കാണേണ്ട ഒരു സംഗതിയാണ്. 1978 സംവിധാനം ചെയ്ത മാനവ ചരിത്ര എന്ന ചിത്രത്തിലൂടെ കമലഹാസനെ അദ്ദേഹം തെലുങ്ക് ചിത്രത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ തെലുങ്ക് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ചിത്രമാണ് പിന്നീട് ഈ ഏക് ദുജേ കേലിയായിട്ടും അതുപോലെ തന്നെ തിരകളെഴുത്ത് കവിതയായിട്ടും മാറുന്നത് എന്നത് കൂടി നമ്മൾ അതിനോടൊപ്പം ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ് എന്നതും ഇവിടെ ഓർത്ത് ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചലച്ചിത്രങ്ങളിലൂടെ ഒരു കാലഘട്ടത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽ നിന്നുകൊണ്ടുള്ള ചലച്ചിത്രങ്ങൾ, സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ചിത്രങ്ങൾ. അവിടെ ഒരു തുടർക്കഥ എന്ന് പറയുന്ന ചിത്രം വളരെ ശ്രദ്ധേയമായ ചിത്രമാണ്. മലയാളി താരം സുജാത അവതരിപ്പിക്കുന്ന അതിലെ കഥാപാത്രം വളരെ ശ്രദ്ധേയമായിരുന്നു. അതിലും നമുക്ക് കമലഹാസൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഒരു പുതിയ ആദ്യ ഘട്ടങ്ങളിൽ അഭിനയിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു യുവാവ് എന്ന രീതിയിൽ തിരിച്ചുവരവ് നമുക്ക് കാണാൻ കഴിയും. കളവച്ചു മരുമിച്ചു വേട എന്ന് പറയുന്ന ആ ഗാനവുമായി അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവിയിൽ അദ്ദേഹം എന്തായി തീരും എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ നമുക്കതിൽ കാണാൻ കഴിയും എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വ്യത്യസ്തമായ ഒട്ടേറെ ചലച്ചിത്രങ്ങൾ എന്ന് കൂടി കാണേണ്ടത്. സ്ത്രീ കഥാപാത്രത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ചിത്രമായി അവളൊരു തുടർക്കഥ എന്ന് പറയുന്ന ചിത്രം. അതിൻ്റെ ആ സ്ത്രീ കഥാപാത്രം ആ കുടുംബത്തിന് വേണ്ടി ജീവിക്കുകയും അവരുടെ പുറമെ വളരെ പരുഷയാണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ വളരെ പാരുഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന് തോന്നുകയും അവരുടെ ഉള്ളിൽ ആ കുടുംബത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് തൻ്റെ ഈ മുഖം മൂടിയെന്നും അത് പൊളിച്ചു കഴിഞ്ഞാൽ അത് വളരെ ലാളിത്യം നിറഞ്ഞ അല്ലെങ്കിൽ ഹൃദയവിശാലത നിറഞ്ഞ ഒരു വ്യക്തിയാണ് എന്നതുകൂടി കാട്ടുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രത്തെയാണ് അതിൽ സുജാത അവതരിപ്പിക്കേണ്ടത്. വൻ വിജയമായ ഒരു ചിത്രമായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് ഉൾക്കൊണ്ടു പോകേണ്ടത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ചലച്ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വരികയുണ്ടായി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം അദ്ദേഹത്തിൻ്റെ കവിതാലയ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ചലച്ചിത്ര കമ്പനി വളരെ ശ്രദ്ധേയമായിരുന്നു. ഒരു കാലത്ത് തമിഴ് ചലച്ചിത്രത്തിൻ്റെ കൃത്യമായ ഒരു പ്രൊഡക്ഷൻ, നല്ല ചലച്ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു കമ്പനിയായി അത് മാറി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ഒട്ടേറെ ഇപ്രകാരമുള്ള വ്യത്യസ്ത മേഖലകളിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് തമിഴ് സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. 1987 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2012 അദ്ദേഹം ദാദാ സാഹബ് ഫാൽക്കെ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഒട്ടേറെ ബഹുമതികൾ പിന്നീട് അദ്ദേഹത്തിന് വന്നു ചേരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. 5 പതിറ്റാണ്ട് നീണ്ട ഒരു ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ചെറുതും വലുതുമായ നൂറുകണക്കിന് താരങ്ങളെ അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. കർക്കശക്കാരനായ ഒരു സംവിധായകനെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഉള്ളിൽ വലിയ രീതിയിലുള്ള നർമ്മവും വലിയ രീതിയിലുള്ള സ്നേഹവും വലിയ ദയവും കൊണ്ടുവരുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. കർക്കശക്കാരനായത് തൻ്റെ ശിഷ്യന്മാർ ഒരു കാരണവശാലും പിഴച്ചു പോകരുത്, അഭിനയ രംഗത്തെ കുലപതികളായി അവർ മാറണം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള നിലപാടിൽ നിന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒരൽപ്പം കർക്കശമായ സ്വഭാവം അദ്ദേഹം മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുകയുണ്ടായത്. നമുക്കറിയാം കമലഹാസൻ, രജനീകാന്ത്, പ്രകാശ് രാജ് തുടങ്ങിയിട്ടുള്ള നടന്മാർ, നാഗേഷ് അടക്കമുള്ള നടന്മാരുടെ ചരിത്രം പരിശോധിക്കാൻ ഇവരുടെയൊക്കെ അഭിനയ രംഗത്തെ ആ കാലഘട്ടത്തിലെ മികവും മറ്റും പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ എത്രയോ ശ്രദ്ധേയമാണ് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പുതിയ വിഷയങ്ങൾ, പുതിയ അഭിനേതാക്കൾ, അതൊരു ഹരമായിരുന്നു അദ്ദേഹത്തിന്. വിഷയവൈവിധ്യം അദ്ദേഹത്തിൻ്റെ ശിക്ഷകളിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പലപ്പോഴും പല സംവിധായകർക്കും അല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കൾക്കും ഒരേ പാറ്റേണിലുള്ള ചലച്ചിത്രങ്ങളോട് താല്പര്യം. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചത് അങ്ങനെ ആയിരുന്നില്ല. അത് വ്യത്യസ്ത തലങ്ങളിലുള്ള ചലച്ചിത്ര രീതികളിലൂടെ അദ്ദേഹം കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്കും മടുപ്പ് അനുഭവപ്പെടുന്ന സംഗതി ഉണ്ടാകാറില്ല. നമുക്കറിയാം ഇന്ന് പല ചലച്ചിത്ര സംവിധായകരെ സംബന്ധിച്ചും അല്ലെങ്കിൽ അവരുടെ കേവലം കുറച്ച് ചലച്ചിത്രങ്ങൾ അവർ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ചലച്ചിത്രങ്ങൾ പലപ്പോഴും അതിൻ്റെ തുടർ രീതികൾ അനുവർത്തിക്കപ്പെടുകയും പിന്നീട് അവർ ചലച്ചിത്രങ്ങളെല്ലാം പരാജയപ്പെടുകയും ചെയ്യുന്ന കാഴ്ച നമ്മുടെ ഇടയിൽ വളരെ സുലഭമാണ് എന്നതുകൂടി പറയേണ്ടതുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ബാലേന്ദ്രനെ സംബന്ധിച്ച് തനിക്ക് തൻ്റേതായ ഒരു രീതി തൻ്റേതായ ചലച്ചിത്ര രീതി അദ്ദേഹം ആവിഷ്കരിച്ചിരുന്നുവെങ്കിലും വ്യത്യസ്ത തലങ്ങളിലുള്ള ചലച്ചിത്ര രീതികൾ പരീക്ഷിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല.
അതിലൊക്കെ ആത്മവിശ്വാസം പുലർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഒട്ടേറെ തിരക്കഥാ രംഗത്തും അതുപോലെ തന്നെ സംവിധാന രംഗത്തും ഒക്കെ തന്നെ അദ്ദേഹം മികവ് പുലർത്തി. സങ്കീർണമായിട്ടുള്ള വ്യക്തിബന്ധങ്ങളൊക്കെ അദ്ദേഹത്തിന് വളരെ വളരെ ലാഘവത്തോട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കഴിവുണ്ടായിരുന്നു. സാമൂഹിക വിഷയങ്ങൾ, അടിസ്ഥാനപരമായ പ്രശ്നങ്ങളൊക്കെ തന്നെ സാധാരണ മറ്റുള്ളവർ കൈകാര്യം ചെയ്യുന്ന യാതൊരു രീതിയിലുള്ള ഉത്കണ്ഠയും ഇല്ലാതെ വളരെ മനോഹരമായി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ അവാർഡുകൾ അദ്ദേഹം 4 തവണത്തെ കരസ്ഥമാക്കുകയുണ്ടായി. 1969 ഇരുകോടുകൾ എന്ന് പറയുന്ന ചിത്രത്തിനായിരുന്നു ആ പുരസ്കാരം. 1970 അപൂർവ രാഗങ്ങൾക്കായിരുന്നു ആ പുരസ്കാരം. 1980 തണ്ണീർ തണ്ണീർ എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ ലഭിച്ച പുരസ്കാരം. 1980 അച്ചമില്ലൈ അച്ചമില്ലൈ എന്ന് പറയുന്ന ചലച്ചിത്രത്തിന് വേണ്ടി പുരസ്കാരം. ഈ പുരസ്കാരങ്ങളൊക്കെ തന്നെ ആ ചലച്ചിത്രങ്ങളുടെ മികവ്, ഈ ചലച്ചിത്രങ്ങളൊന്നും തന്നെ ഒരു സമാന സ്വഭാവമുള്ള ചലച്ചിത്രങ്ങളല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയാണ്. വ്യത്യസ്ത തലങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്, വ്യത്യസ്ത വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന, വ്യത്യസ്ത തലങ്ങളിലൂടെ അഭിനയ രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ രീതിയിലുള്ള ചലച്ചിത്രങ്ങളാണ് അദ്ദേഹത്തിനെ പുറത്തു വരികയുണ്ടായത്. അതുപോലെ മറ്റു ദേശീയ അവാർഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 1980 തണ്ണീർ തണ്ണീർ എന്ന ചിത്രത്തിന് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. 1988 രുദ്രവീണയ്ക്ക് മികച്ച ദേശീയോദ്ഗ്രഹത്തിനുള്ള നർഗീസ് ദത്ത് പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നു. അതുപോലെ തന്നെ 1991 ഒരു വീട് ഇരുവാസൽ എന്ന് പറയുന്ന ചിത്രത്തിനും അദ്ദേഹത്തിന് മികച്ച ചിത്രത്തിനുള്ള ഒരു പുരസ്കാരം അദ്ദേഹത്തിന്, ഗ്രാമീണ ചിത്രത്തിനുള്ള ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്ത ചിത്രങ്ങളിലൂടെ അദ്ദേഹം തൻ്റെ ദേശീയ തലത്തിലുള്ള തൻ്റെ മികവ് അദ്ദേഹം വളരെ പ്രസരിപ്പിച്ചു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ സാമൂഹിക പ്രസക്തിയുള്ള 1991 പുറത്തിറങ്ങിയ ഒരു വീട് ഇരുവാസൽ എന്ന് പറയുന്ന സംഗതിയുടെ സാമൂഹിക പ്രസക്തിയെക്കുറിച്ച് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ചലച്ചിത്രമാണ് എന്നത് കൂടി പറയേണ്ടതുണ്ട്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആ ചലച്ചിത്രം സ്വാഭാവികമായിട്ടും അതിൻ്റെ സാമൂഹിക പ്രസക്തി മനസ്സിലാക്കുവാൻ ദേശീയ തലത്തിൽ കഴിയുകയും അതാണ് പറഞ്ഞത്, ഓരോ ചിത്രങ്ങളുടെയും രീതി തികച്ചും തനത് ശൈലിയിലൂടെ അവലംബിച്ചുകൊണ്ട് വ്യത്യസ്തമായ വേഷങ്ങൾ, വ്യത്യസ്തമായ രീതികൾ അവലംബിച്ചുകൊണ്ടുള്ള ചലച്ചിത്ര നിർമ്മാണത്തിനും ചലച്ചിത്ര തിരക്കഥ നിർമ്മാണത്തിനും സംവിധായക രീതികൾ അവലംബിക്കുന്നതിനുമൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കാണേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് 1990 സ്വന്തമായി സംവിധാനം ചെയ്ത സിന്ധു ഭൈരവി എന്ന് പറയുന്ന ചലച്ചിത്രത്തെ കൂടി നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. ഏറെ ജനപ്രിയ നേടിയ ഒരു ചലച്ചിത്രമായിരുന്നു അത് എന്നത് പറയേണ്ടതുണ്ട്. സംഘർഷത്തിൽപ്പെട്ട ഒരു സംഗീതജ്ഞൻ്റെ ജീവിതമായിരുന്നു അത് എന്ന് പറയുമ്പോൾ സിന്ധു ഭൈരവി നേടിക്കൊടുത്ത ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ലോകത്ത് സിന്ധു ഭൈരവി സൃഷ്ടിച്ച ഒരു തരംഗം വളരെയേറെയായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം, പുന്നകൈ മന്നൻ എന്ന് പറയുന്ന നമ്മൾ ആകർഷിക്കപ്പെട്ടുള്ള അതിമനോഹരമായ ചിത്രം, കമലഹാസൻ ഇരുവേഷങ്ങളിൽ അഭിനയിച്ച ആ പുന്നകൈ മന്നൻ എന്ന് പറയുന്ന ഒരു കച്ചവട ചിത്രം അദ്ദേഹത്തിൻ്റെതായിരുന്നു എന്നത് കൂടി നമ്മൾ പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായുള്ള റേഞ്ചുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നതും ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ 2006 പുറത്തു വന്ന പൊയ് ആണ് അദ്ദേഹത്തിൻ്റെ അവസാന സംവിധാനം ചെയ്ത സിനിമയായി കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പ്രൊഡക്ഷൻ യൂണിറ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത കുചേലനും തിരുവണ്ണാമലയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിത്രങ്ങൾ എന്ന് പറയാം. അതുപോലെ തന്നെ ഇങ്ങനെ അത് 2008 അത് പുറത്തു വരികയുണ്ടായത്. അതുവരെ വളരെ സജീവമായിക്കൊണ്ട് ഈ മേഖലയിൽ ഇടപെടുവാനും ബന്ധപ്പെട്ട സംഗതികളും നിർവഹിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്തിനു പറയുന്നു, ടെലിവിഷൻ്റെ ഒരു ആഗമന കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകിച്ചും അദ്ദേഹം ഒരു ചലച്ചിത്ര സംവിധായകത്തിൽ വളരെ പ്രശസ്തനായ വ്യക്തി ആയിരുന്നിട്ട് കൂടി ടെലിവിഷൻ അന്യമല്ല എന്ന് കണ്ടുകൊണ്ട് പലപ്പോഴും ഈ ചലച്ചിത്ര ലോകത്തുള്ളവർ ടെലിവിഷനെ മറ്റൊരു രീതിയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുമ്പോൾ അതിൽ തികച്ചും വിഭിന്നനായിക്കൊണ്ട് ടെലിവിഷൻ ലോകത്ത് തന്നെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായി. മികച്ച ടെലിവിഷൻ പരമ്പരകൾ അദ്ദേഹത്തിൻ്റെ ഇതായി പുറത്തു വരികയുണ്ടായി. അപ്പം വ്യതിരിക്തമായ രീതിയിലുള്ള ചലച്ചിത്രങ്ങൾ, വ്യതിരിക്തമായ രീതിയിലുള്ള ടെലിവിഷൻ പരിപാടികൾ, ഈ ടെലിവിഷൻ പരമ്പരകൾ, ഇങ്ങനെയൊക്കെ തന്നെ തനിക്ക് കൈവയ്ക്കാൻ പറ്റുന്ന മുഴുവൻ മേഖലകളും കൈവച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് അത് വളരെ ശ്രദ്ധേയമായൊരു സംഗതിയാണ് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം ആദ്യം സംവിധാനം ചെയ്ത ചിത്രത്തെ കുറിച്ചുകൂടി നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട്. താമരൈ നെഞ്ചം എന്ന് പറയുന്ന ഒരു ചിത്രമായിരുന്നു അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുകയുണ്ടായത്. രാജ്യമാണ് അദ്ദേഹത്തിൻ്റെ ബാലേന്ദ്രൻ്റെ ഭാര്യ. കൈലാസം ബാലേന്ദ്രൻ, കെ ബാലേന്ദ്രൻ എന്ന് പറയുമ്പോൾ കൈലാസം ബാലേന്ദ്രൻ എന്ന് പറയുന്ന
ആ ബ്രാൻഡ് തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ ചലച്ചിത്ര ലോകത്ത് അനുകരണീയതയില്ലാത്തതാണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിന് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. കൈലാസം, പ്രസന്ന, പുഷ്പ കന്ദസ്വാമി എന്നിവരായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കൾ. അദ്ദേഹത്തിൻ്റെ അന്ത്യം ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചു 2014 ഡിസംബർ 23 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുണ്ടായത്. സർവത്ര ബഹുമതികളോടുകൂടി അദ്ദേഹത്തെ സംസ്കരിക്കുകയുണ്ടായി. ഒരു കാലഘട്ടത്തെ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം അദ്ദേഹം അഭിനയിച്ചത് ഉത്തമ വില്ലൻ എന്ന് പറയുന്ന ചലച്ചിത്രത്തിലൂടെയാണ് എന്ന് കൂടി പറയുമ്പോൾ അത് കമലഹാസനും അതുപോലെ തന്നെ കെ ബാലചന്ദ്രനും അഭിനയിച്ചിട്ടുണ്ട് എന്നതും നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. നേരത്തെ അദ്ദേഹം ഒരു നായക വേഷത്തിൽ അദ്ദേഹം ഒരു രട്ടൈച്ചുഴി എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിനെ കുറിച്ച് നമ്മൾ പരാമർശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഉത്തമ വില്ലൻ എന്ന് പറയുന്ന ചലച്ചിത്രത്തിലും അവിടെ കമലഹാസനെ ഉപദേശിക്കുന്ന ഒരു ചലച്ചിത്ര നിർമ്മാതാവ് എന്ന രീതിയിലുള്ളൊരു അഭിനയമാണ് അദ്ദേഹം പുറത്തെടുക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അങ്ങനെ സർവ തലങ്ങളിലും തമിഴ് സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ മുഴുവൻ ഭാവങ്ങളിലുമൊക്കെ തന്നെ ഒരു പ്രത്യേക തലത്തെ ആവാഹിച്ചുകൊണ്ട് പലപ്പോഴും മറ്റു രാഷ്ട്രങ്ങളിലെ, മറ്റു ഭാഷകളിലെ വ്യത്യസ്ത കലാകാരന്മാരെ സ്മരിപ്പിച്ചുകൊണ്ടുള്ള, അതുപോലെ അവർ സംവിധായകരെ സ്മരിപ്പിക്കുന്ന രീതിയിലുള്ള അതിബൃഹത്തായ അല്ലെങ്കിൽ അതിനൂതനമായ രീതിയിലുള്ള ചലച്ചിത്രങ്ങളിലൂടെ തമിഴ് മക്കളുടെ മനസ്സിൽ കടന്നു കയറുവാനും ദക്ഷിണേന്ത്യ മുഴുവൻ വ്യാപിക്കുവാനും ഉത്തരേന്ത്യയിലേക്കും അതിൻ്റെ ശക്തി പ്രയോഗിക്കുവാനും കഴിഞ്ഞ ഒരു വലിയ കലാകാരനായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല. കെ ബാലചന്ദർ എന്ന് പറയുന്ന, കൈലാസം ബാലേന്ദ്രർ എന്ന് പറയപ്പെടുന്ന ആ സംവിധായകൻ മറ്റ് സംഗതികളൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് സംവിധായകൻ എന്ന് തന്നെ നമുക്ക് അഭിസംബോധന കൊണ്ട് പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു ചലച്ചിത്ര കലയുടെ ഒരു എൻസൈക്ലോപീഡിയയാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ എൻസൈക്ലോപീഡിയയുടെ ശിഷ്യനായ വ്യക്തിയാണ് ഉലകനായകൻ കമലഹാസൻ എന്ന് കൂടി പറയുമ്പോൾ അത് അടയാളപ്പെടുന്നത് കെ ബാലേന്ദ്രനെയാണ് എന്നത് കൂടി നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഇത്തരത്തിലുള്ള കെ ബാലേന്ദ്രൻ്റെ ചലച്ചിത്രങ്ങൾ ഒന്നുകൂടി പഠന വിഷയമാക്കേണ്ടതിന് വേറെ സംഗതി. ഏത് കാലഘട്ടത്തിലും പ്രസക്തമായിട്ടുള്ള ചലച്ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് തിരക്കഥകളുടെയും സംവിധാനത്തിലൂടെയും ഒക്കെ പുറത്തു വരികയുണ്ടായത്. അത് ഇനിയും ഈ തലമുറയ്ക്കും അതിൽ ആശയങ്ങൾ ഉൾക്കൊള്ളുക എന്നത് അനിവാര്യമായൊരു സംഗതിയാണ്. അതുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങളിലൂടെയുള്ള കടന്നുപോക്ക് അനിവാര്യമാണ് എന്നത് കൂടി നമ്മളിവിടെ പറഞ്ഞു വയ്ക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കാം. അവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.